നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തേവലക്കര അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചനയുള്ളത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 51 ടീമുകൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ വിതരണം. OCVയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി 29ാം ഘട്ടം വിതരണം ചെയ്തു. കൊല്ലം പാരിപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തേവലക്കര അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. ശക്തമായ ഒഴുക്കിൽ കല്ലട ഡാമിൽ നിന്ന് മുതല എത്തിയതാകാമെന്നാണ് നിഗമനം. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അരിനല്ലൂർ തെക്ക് 8ാം വാർഡിലെ ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. കായലിന്റെ തീരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ വെയിൽ കായുന്ന 5 അടിയോളം നീളമുള്ള മുതലയെയാണ് പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ ക്രിസ്റ്റി ബോയി കണ്ടത്. സംശയം തോന്നിയ ഇദ്ദേഹം വാഹനം നിർത്തിയിറങ്ങി അതിനടുത്ത് നടന്നെത്തിയപ്പോഴേക്കും മുതല കായലിലേക്ക് ഇഴഞ്ഞുപോയി. ഉടൻ തന്നെ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചു. അപ്പം ഞാൻ ഈ കട്ടയുമായിട്ട് ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ട് വണ്ടി കട്ടയടിച്ച് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തത്. അപ്പോൾ എനിക്ക് അവിടെ തിരക്കുമുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കട്ട പെട്ടെന്ന് ചെല്ലണം. എന്നുവെച്ചാൽ സ്പീഡിലാണ് പോയത്. സ്പീഡിൽ പോയ സമയത്താണ് ഇത് കണ്ടത്. എങ്കിലും ഇത് കണ്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 50 മീറ്റർ ദൂരമാണ് വണ്ടി കൊണ്ട് നിർത്തിയത്. അവിടെ നിർത്താൻ വന്നതല്ലല്ലോ ഇവിടെ. അവിടെ നിന്ന് ഓടി വന്ന് ഈ വാലും തലയും എല്ലാം കറക്റ്റ് കണ്ട് കാപ്പിപ്പൊടി കളറാണ് ഇതിൻ്റെ കളറ്, തലയുടെ കളറ്. അപ്പോൾ അങ്ങനെ തിരിച്ചോടി വന്നപ്പോഴത്തെ ഈ ചപ്പലിൻ്റെ സൗണ്ട് കൊണ്ട് ഇവൻ അവിടെ നിന്ന് അനങ്ങി തുടങ്ങി. കിടന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് വാല് കണ്ട് ചാടി വെള്ളത്തിൽ പോയി വിളിക്കുമെന്നും പറഞ്ഞ് നല്ല സൗണ്ടിലാണ് ഈ വെള്ളത്തിൽ വീണ് പോയത്. പക്ഷേ ഫുള്ള് കാണാൻ പറ്റിയില്ല. പക്ഷേ അതേ സമയത്തൊരു മൊബൈല് ഫോട്ടോ എടുക്കാൻ പറ്റിയാലും നമുക്കത് സാഹചര്യം കിട്ടുന്നില്ല. അത് എപ്പോഴത്തെ ചാടിക്കഴിഞ്ഞ് പിന്നെ എത്രയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വലുതുമാണ്. ഏകദേശം ഇത്രയും വലപ്പം വരും ആ തലയ്ക്ക്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഈ അയലുകാരെ എല്ലാം അറിയിച്ചിട്ട് പിന്നെ അറിയാവുന്ന നമ്പറിലൊക്കെ പറയുക ഇനിയുള്ളൊരു സംഭവമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതിനകത്ത് ചിലർ ഉൾക്കൊള്ളും, ചിലർ അതൊക്കെ വെറുതെ പറയാം. അപ്പം നമുക്കതൊരു ടെൻഷനായി. അതെന്താ ഇതിനാവശ്യം നമുക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ച്. പക്ഷേ ജനങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളാരായി? നമ്മളീ കണ്ട ആളാരായി? നമ്മൾ വേറെ അടുത്ത് പറയുമ്പോൾ അവർ നിരസിക്കുന്ന രീതിയിൽ വേറെ രീതിയിൽ വർത്താനം പറയുമ്പോഴേ നമുക്കിതിനകത്ത് പ്രതിഫലം എന്തുവാ? പിന്നെ ജനങ്ങൾക്ക് മറ്റു കുഴപ്പമുണ്ടായിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റിൽ നാൾ വന്ന് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും വലിയ ശല്യം വരത്തില്ല, അത് ഇറങ്ങിപ്പോയി. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം പഞ്ചായത്തിൽ നിന്നും പിന്നെ ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വെള്ളത്തിൽ ശല്യം ഉണ്ടാകത്തില്ല. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ മേഖലയത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കായലിൽ പോയി പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പേടി കാണുമല്ലോ. അതേസമയത്ത് കരയാണെങ്കിൽ കരയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടപ്പോഴേ പിന്നെ ആൾക്കാരെല്ലാം അവർ പേടിയാണെന്നല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നതിന്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ അറിവുകൊണ്ട് നമ്മളിത് കണ്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ശക്തമായ ഒഴുക്കിൽ കല്ലടയാർ ഡാമിൽ നിന്ന് മുതല ഇവിടേക്ക് വന്നതാകാം എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. രാത്രികാലത്ത് ആരും കായൽ തീരത്തേക്ക് പോകരുതെന്നും വളർത്തുമൃഗങ്ങളെ തനിച്ച് കെട്ടിയിടരുതെന്നും നിർദ്ദേശം നൽകി. നിരവധി മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന കായലാണിത്. മുതലയെ കായലിന് സമീപത്ത് കണ്ടാൽ വിവരം അറിയിക്കണമെന്ന് കോന്നി വനംവകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 51 ടീമുകൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്തു. ലഹരിയുടെ വല പൊട്ടിക്കാം, ജീവിത ലക്ഷ്യത്തിലേക്ക് ഗോൾ നേടാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫുട്ബോൾ വിതരണം ചെയ്തത്. ടൗൺ മൈതാനിയിൽ OCVയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ മത്സരവും പ്രദർശിപ്പിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ലഹരിയുടെ വല പൊട്ടിക്കാം, ജീവിത ലക്ഷ്യത്തിലേക്ക് ഗോൾ നേടാം എന്ന മുദ്രാവാക്യമുയർത്തി
ഫുട്ബോൾ വിതരണം സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 51 ടീമുകൾക്കാണ് ഫുട്ബോളുകൾ വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് OCBയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ പ്രദർശനവും സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഫുട്ബോൾ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫണ്ട് വേണമെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും MLA ഫണ്ട് തരാൻ തയ്യാറാണ്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വലിയ വിഷമതകളുള്ള തീരാ ദുഃഖങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ ജീവിത വിജയത്തിനായി പോകേണ്ട കുതിക്കേണ്ട ഒരു ചെറുപ്പം, ആ ചെറുപ്പ കാലഘട്ടം നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടു പോകുന്ന ധാരാളം ഹസ്തങ്ങളുണ്ട്. ലഹരി മാഫിയ എന്ന് പറയുന്ന ആ ഭീകരമായ സ്വത്വത്തിനെ നമുക്ക് അടിച്ചമർത്തി ഈ ഭൂമിയിൽ നിന്നും നിഷ്കാസം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. വൈസ് പ്രസിഡന്റ് മുബീന നാസിം സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ B സെവന്തികുമാരി, ലീന പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻസൈം കബീർ, BS വിനോദ്, മിനി പൊന്നൻ, ജയകുമാരി, ലിസ ഓമനക്കുട്ടൻ, ശ്രീരാജ്, സിറാജ് T, O തങ്കപ്പൻ, ജനാർദ്ദനൻ പിള്ള, രാമചന്ദ്രൻ പിള്ള, CDS ചെയർപേഴ്സൺ സുജാ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രതിസന്ധിയിലായ നാളികേര കർഷകരെ സംരക്ഷിക്കണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ ശല്യം കാരണം കർഷകർ ദുരിതത്തിലാണെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഓണാട്ടുകരയിലെ പ്രധാന നാണ്യവിളയായ നാളികേരത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ തടയാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നാളികേര കൃഷിക്ക് ശല്യമായി മാറുന്ന ചെമ്പൻചെല്ലി ആക്രമണം, കാറ്റുവീഴ്ച, മഞ്ഞളിപ്പ് രോഗം, മണ്ടരി എന്നിവയുടെയും ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ ശല്യം കാരണം കൃഷിക്കാർ ദുരിതത്തിലാണെന്നും കൺവെൻഷൻ ഓർമ്മിപ്പിച്ചു. ഇടവിള കൃഷിയും പ്രതിസന്ധിയിലാണ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S സത്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, വിജ്ഞാപനം വന്നത്, അപ്പോൾ ഏറ്റവും വലിയ ജനകീയ പോരാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം ഒരു ഉത്തരവേ ഉള്ളൂ, അത് തെരഞ്ഞെടുപ്പാണ്. പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ ജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കർഷക പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ കാണാൻ പറ്റും. T രാജീവ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി B സജീവൻ ആമുഖ പ്രഭാഷണം നടത്തി. TN വിജയകൃഷ്ണൻ, R മുരളീധരൻ പിള്ള, V വിജയൻ പിള്ള, ദീപ്തി രവീന്ദ്രൻ, NC ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തേവലക്കര അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. ശക്തമായ ഒഴുക്കിൽ കല്ലട ഡാമിൽ നിന്ന് മുതല എത്തിയതാകാമെന്നാണ് നിഗമനം. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അരിനെല്ലൂർ തെക്ക് 8-ാം വാർഡിലെ ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. കായലിന്റെ തീരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ വെയിൽ കായുന്ന 5 അടിയോളം നീളമുള്ള മുതലയെയാണ് പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ ക്രിസ്റ്റി ബോയി കണ്ടത്. സംശയം തോന്നിയ ഇദ്ദേഹം വാഹനം നിർത്തിയിറങ്ങി അതിനടുത്ത് നടന്നെത്തിയപ്പോഴേക്കും മുതല കായലിലേക്ക് ഇഴഞ്ഞുപോയി. ഉടൻ തന്നെ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചു. അപ്പം ഞാൻ ഈ കട്ടയുമായിട്ട് ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ട് വണ്ടി കട്ടയടിച്ച് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തത്. അപ്പോൾ എനിക്ക് അവിടെ തിരക്കുമുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കട്ട പെട്ടെന്ന് ചെല്ലണം. ഇന്നിച്ചിരി സ്പീഡിൽ പോയ സമയത്താണ് ഇത് കണ്ടത്. എങ്കിലും ഇത് കണ്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 50 മീറ്റർ ദൂരമാണ് വണ്ടി കൊണ്ട് നിർത്തിയത്. അവിടെ നിർത്താൻ വന്നതല്ലല്ലോ ഇവിടെ. അവിടെ നിന്ന് ഓടി വന്ന് ഈ വാലും തലയും എല്ലാം കറക്റ്റ് കണ്ട് കാപ്പിപ്പൊടി കളറാണ് ഇതിൻ്റെ കളറ്, തലയുടെ കളറ്. അപ്പോൾ അങ്ങനെ തിരിച്ചോടി വന്നപ്പോഴത്തെ ഈ ചപ്പലിൻ്റെ സൗണ്ട് കൊണ്ട് ഇവൻ അവിടെ നിന്ന് അനങ്ങി കിടന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് വാല് കണ്ട് ചാടി വെള്ളത്തിൽ പോകുമെന്ന് പറഞ്ഞ് നല്ല സൗണ്ടിലാണ് ഈ വെള്ളത്തിൽ വീണ് പോയത്. പക്ഷേ ഫുള്ള് കാണാൻ പറ്റിയില്ല. പക്ഷേ അതേ സമയത്തൊരു മൊബൈല് ഫോട്ടോ എടുക്കാൻ പറ്റിയാലും നമുക്കത് സാഹചര്യം കിട്ടുന്നില്ല. അത് എപ്പോഴത്തെ ചാടിക്കഴിഞ്ഞ് പിന്നെ എത്രയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വലുതുമാണ്, ഏകദേശം ഇത്രയും വലപ്പം വരും ആ തലയ്ക്ക്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഈ അയലുകാരെ എല്ലാം അറിയിച്ചിട്ട് പിന്നെ അറിയാവുന്ന നമ്പറിലൊക്കെ പറയുക ഇനിയുള്ളൊരു സംഭവമുണ്ട്,
ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതിനകത്ത് ചിലർ ഉൾക്കൊള്ളും, ചിലർ അതൊക്കെ വെറുതെ പറയാം. അപ്പം നമുക്കതൊരു ടെൻഷനായി. അതെന്താ ഇതിനാവശ്യം നമുക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ച്. പക്ഷേ ജനങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളാരായി? നമ്മളീ കണ്ട ആളാരായി? നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവർ നിരസിക്കുന്ന രീതിയിൽ വേറെ രീതിയിൽ വർത്തമാനം പറയുമ്പോഴേ നമുക്കിതിനകത്ത് പ്രതിഫലം എന്തുവാ? പിന്നെ ജനങ്ങൾക്ക് മറ്റു കുഴപ്പമുണ്ടായിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റിൽ നാൾ വന്ന് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും വലിയ ശല്യം വരത്തില്ല, അത് ഇറങ്ങിപ്പോയി. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം പഞ്ചായത്തിൽ നിന്നും പിന്നെ ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വെള്ളത്തിൽ ശല്യം ഉണ്ടാകത്തില്ല. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ മേഖലയത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കായലിൽ പോയി പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പേടി കാണുമല്ലോ. അതേസമയത്ത് കരയാണെങ്കിൽ കരയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടപ്പോഴേ പിന്നെ ആൾക്കാരെല്ലാം അവർ പേടിയാണെന്നല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നതിന്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ അറിവുകൊണ്ട് നമ്മളിത് കണ്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ശക്തമായ ഒഴുക്കിൽ കല്ലടയാർ ഡാമിൽ നിന്ന് മുതല ഇവിടേക്ക് വന്നതാകാം എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. രാത്രികാലത്ത് ആരും കായൽ തീരത്തേക്ക് പോകരുതെന്നും വളർത്തുമൃഗങ്ങളെ തനിച്ച് കെട്ടിയിടരുതെന്നും നിർദ്ദേശം നൽകി. നിരവധി മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന കായലാണിത്. മുതലയെ കായലിന് സമീപത്ത് കണ്ടാൽ വിവരം അറിയിക്കണമെന്ന് കോന്നി വനംവകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി 29ാം ഘട്ടം വിതരണം ചെയ്തു. കൊല്ലം പാരിപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം എന്നിവയും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ 29ാം ഘട്ടം വിതരണം ചെയ്തു. പാരിപ്പള്ളി യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ പാരിപ്പള്ളി ജംഗ്ഷനിലായിരുന്നു പരിപാടി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അസൂയോടുകൂടിയാണ് സത്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. ഇവിടെ ശ്രീ രാജൻകുറുപ്പും ശ്രീ ദേവരാജനും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറയുകയുണ്ടായി, നാമമാത്രമായ തുകയാണ് പ്രതിമാസം ഈ പദ്ധതിയിലേക്ക് അടക്കേണ്ടി വരുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യാപാര കുടുംബത്തിൽപ്പെട്ട അംഗത്വമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നേരിയ ഒരു ചെറിയ തുക എടുത്ത് സഞ്ചിത നിധിയിലുള്ള ഫണ്ട് കൂടി വിനിയോഗിച്ചിട്ടാണ് ഈ 10 ലക്ഷം രൂപ ഒരു വ്യാപാര കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, 5 പേർക്ക് 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ക്രമത്തിൽ 50 ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ആ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്നത് കൂടി ഈ സമിതിയെ നല്ലതുപോലെ അടുത്തറിയുന്ന ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചരിത്രം, ഈ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിന്റെ സാമൂഹ്യ സംഘടനാ രംഗത്ത്, സംഘടനാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ചരിത്രമാണ് സംഘടനാ ചരിത്രം. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് G രാജൻകുറുപ്പ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K ഇബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി. BB ഗോപകുമാർ MLA വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പാരിപ്പള്ളി SI വിഷ്ണു സജീവ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. S വിജയൻ, A അൻസാരി, B പ്രമാനന്ദ, KS ബിനു, അഡ്വക്കേറ്റ് SR അനിൽകുമാർ, അഡ്വക്കേറ്റ് SS സിമ്മിലാൽ, G, BS ജയൻ, D സുഭദ്രാമ, MA സത്താർ, ശാന്ത മോഹൻ, വിഷ്ണു BS, ബേബി മോഹൻ, ലജിത വിനയൻ, മായാദേവി P, ആലപ്പാട്ട് ശശി, അജിൽ കാഞ്ഞിരമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ സംഘടന അതിന് 29ാമത് ഘട്ടമായി MLA സൂചിപ്പിച്ചതുപോലെ 14.5 കോടി രൂപ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കുവാൻ കാണിച്ച സംഘടനയുടെ ഒരു വലിയ തീരുമാനം. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുറ്റ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നിവിടെ നടത്തി. കേരളത്തിൽ ഏറ്റവും അധികം അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം.
അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ പോയിട്ടുള്ളൊരു പ്രസ്ഥാനം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണകൂടങ്ങൾ ഈ സംഘടനയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ സംഘടനയുടെ അംഗങ്ങൾക്ക് വേണ്ടി സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ അതിനെ അടിച്ചൊതുക്കാനുള്ള പലഘട്ട തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത്തരം ഭീഷണികൾക്കൊന്നും തളരാതെ പ്രസ്ഥാനത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ ജനസമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആ സംഘടന ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ മുന്നോട്ട് പോയ ഒരു അനുഭവമാണ് കേരളത്തിൽ സംഘടനയ്ക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായി ജേഴ്സി അണിഞ്ഞ താരം ഇന്ന് ജീവിക്കാനായി ബുദ്ധിമുട്ടുന്നു. 2011 സന്തോഷ് ട്രോഫിയിൽ കളിച്ച പത്തനാപുരം സ്വദേശി വിനോദാണ് ദുരിതം പേറുന്നത്. അടച്ചുറപ്പുള്ള വീടോ ജോലിയോ ഇല്ലാതെ ഇദ്ദേഹം പ്രയാസപ്പെടുകയാണ്. ഫുട്ബോളിലെ പുതിയ താരോദയമെന്ന ഫുട്ബോൾ പ്രേമികൾ പറഞ്ഞ താരമാണ് പത്തനാപുരം പൂവണ്ണംവിള വീട്ടിൽ വിനോദ. 2011 ആസാമിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായി ജേഴ്സി അണിഞ്ഞു. നിരവധി മത്സരങ്ങൾ കളിച്ചെങ്കിലും വിനോദിന്റെ ജീവിതം ഇന്ന് ദുരിതങ്ങൾ നിറഞ്ഞതാണ്. കിട്ടിയ ട്രോഫികൾ, പുരസ്കാരങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ല. ഇവയെല്ലാം ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. നിരവധി മത്സരങ്ങൾ കളിച്ച ജേഴ്സികളുണ്ട്. ഇവ സൂക്ഷിക്കാൻ അലമാരയില്ലാത്തതിനാൽ വീട്ടിലെ കേടായ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താമസം. വീടിന്റെ ചോർച്ച ഒഴിവാക്കാൻ ടാർപാളിൻ ഷീറ്റ് കിട്ടിയിരിക്കുകയാണ്. TV ഉണ്ടായിരുന്നെങ്കിലും 8 മാസം മുമ്പ് അത് കേടായി. ഇപ്പോൾ കളി കാണുന്നത് മൊബൈൽ ഫോണിലാണ്. പുതിയ TV വാങ്ങാൻ കയ്യിൽ പണമില്ല. ജോലി ലഭിക്കാനായി കഴിഞ്ഞ 26 വർഷമായി വിനോദ് മുട്ടാത്ത വാതിലുകളില്ല. പിന്നോക്ക വിഭാഗത്തിലാണ് ജനിച്ചതെങ്കിലും ഫുട്ബോളിനെ സ്നേഹിച്ച വിനോദ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളയാളാണെങ്കിൽ പോലും ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ല. 2001 വിനോദിന് കൊല്ലം ജൂനിയർ ടീമിൽ സെലക്ഷൻ കിട്ടിയത്. പിന്നീട് ജില്ലാ ടീമിൽ സ്ഥിരം സാന്നിധ്യമായി. 2006 റിസർവ് ബാങ്ക് ടീമിൽ സെലക്ഷൻ കിട്ടി. ടൈറ്റാനിയം, AGS, റെയിൽവേ, ഈഗിൾ FC ടീമുകളിൽ അതിഥി താരമായി കളിച്ചു. 2012 കേരളത്തിൽ നടന്ന മത്സരത്തിനായുള്ള ക്യാമ്പിൽ പങ്കെടുക്കവേ കാലിന് പരിക്കേറ്റു. 3 വർഷം കളിയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ചില ടീമുകളിൽ അതിഥി താരമായി അവസരം ലഭിച്ചു. എന്നാൽ പിന്നീട് പൂർണ്ണമായും തഴയപ്പെട്ടു. പത്തനാപുരത്ത് വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്കായി ചേർന്ന വിനോദ ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് നൽകുന്നു. എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല. കരിയറിൽ തനിക്ക് തിക്താനുഭവമാണ് ഉണ്ടായതെന്ന് വിനോദ് പറയുന്നു. എനിക്ക് കളിച്ച് നേടിയ എൻ്റെ സർട്ടിഫിക്കറ്റ്സുകളാണ്. ഇതാണ് ഞാൻ കേരള സന്തോഷ് ട്രോഫി കളിച്ച് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ട് പാലക്കാട് കൊല്ലം ജില്ല ഫൈനലിൽ എത്തുമ്പോൾ കിട്ടിയ റണ്ണറപ്പായ സർട്ടിഫിക്കറ്റ്. ഇത് കോട്ടയത്ത് വെച്ച് നമ്മൾ ചാമ്പ്യന്മാരായ കൊല്ലം ജില്ല സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റുകൾ എൻ്റെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആണ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണത്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്കൊരു ജോലിയുടെ ഇത് നമുക്ക് ആയിട്ടില്ല. ഏറ്റവും എനിക്ക് വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി, ആ ജോലിയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഇത്രയും വർഷവും കയറി ഇറങ്ങി നടന്നത്. ഓരോ സർക്കാർ കയറി ഇറങ്ങുമ്പോഴും അവരുടെ കൂട്ടത്തിൽ നമ്മളും ഇതേന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇവരായിട്ടും ആരും കണ്ണു തുറന്നില്ല. ഞാനൊരു SC-കാരനാണ്. ഈ കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാരിൽ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച കൊല്ലം ജില്ലയിലെ ഏക വ്യക്തി ഞാനാണ്. പത്തനാപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പട്ടികജാതിക്കാരൻ്റെ സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഒരു അവഗണനയിൽ താഴെ നിൽക്കുന്നത്. നമുക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്തത്. അതെങ്ങനെ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. എങ്ങനെയെങ്കിലും ഈ വർഷമെങ്കിലും ഞാനിപ്പോൾ ഈ വർഷം സ്പോർട്സ് കോള നിയമനത്തിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെങ്കിലും കണ്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും മകളെ ഒരു ഫുട്ബോൾ താരമാക്കണമെന്ന വിനോദ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇതിനൊപ്പം തനിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം, ജീവിക്കാൻ നല്ലൊരു ജോലിയും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. തേവലക്കര അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചനയുള്ളത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 51 ടീമുകൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്തു.
ലഹരിക്കെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ വിതരണം. OCVയുടെ സഹകരണത്തോടെ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി 29ാം ഘട്ടം വിതരണം ചെയ്തു. കൊല്ലം പാരിപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.